ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഒരു ജർമ്മൻ നോട്ടാണ്. ഇത് പാർട്ട് 2 ആണ്. പാർട്ട് ഫസ്റ്റ് ഞാൻ ഇട്ടിട്ടുണ്ട്. സോ ഇത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആദ്യം നമ്മളൊരു സ്ക്വയർ പോലെ 1 2 3 4 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ഈ ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സോ അതിനു മുമ്പ് ഇതിൻ്റെ എൻഡ് ഭാഗങ്ങൾ നമ്മൾ സിക്സാഗ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടാണ്. എന്നിട്ട് ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഞാനാണെങ്കിൽ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഈ ഫ്ലവേഴ്സിൻ്റെ നടുത്താണെങ്കിൽ ലോങ് ഫ്രിഞ്ച് നോട്ട് അല്ലെങ്കിൽ ഫ്രിഞ്ച് നോട്ട് നമുക്ക് കൊടുത്ത് ഇവിടെ ഫില്ല് ചെയ്യാം. സോ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു കോളം പോലൊരു സ്ക്വയർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. 1 2 3 4 ഈ 4 പോയിൻ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ ഫ്ലവേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്ക്വയർ പോലെ ഇരിക്കണേ. ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ 1ൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ ത്രെഡ് എടുത്തു. അതിന് ശേഷം നമ്മൾ 2ലേക്ക് പോയിട്ട് നമ്മളിവിടുന്ന് ത്രെഡ് താഴേക്ക് വലിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് 3ൽ നിന്ന് ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തതിന് ശേഷം ഈ 1ഉം 2ഉം എടുത്തില്ലേ, ആ ത്രെഡിൻ്റെ അടിയിൽ കൂടെ നമ്മൾ നീഡിൽ മേളിലേക്ക് എടുക്കുക. അതിന് ശേഷം 1ഉം 2ൻ്റെ ചെയ്ത ആ ത്രെഡിൻ്റെ അടിയിൽ കൂടെ വീണ്ടും നീഡിൽ ഈ ത്രെഡ് അടിയിൽ പോയിട്ട് നീഡിൽ പതുക്കെ മേളിലേക്ക് എടുക്കുക. ത്രെഡ് അടിയിലായിരിക്കണം. എന്നിട്ട് നീഡിൽ പയ്യെ മേളിലെടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ 4th പോയിന്റിൽ നീഡിൽ കുത്തി താക്കുക. അപ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിൽ ഫ്ലവർ കിട്ടി. ഇവിടെയൊക്കെ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്തേക്കുന്ന ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഞാൻ ഇതിൽ കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതിൽ നമ്മൾ ചെറിയ ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലവറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. സോ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ഓൾ.